എല്ലാ വ്യക്തികൾക്കും ഒരേ സമയം ഇപ്പം നമ്മൾ രാവിലെ സാധാരണ ഒരു വ്യക്തി എന്ന് വെച്ചാൽ ചിലപ്പോൾ 7 മണിക്ക് എണീക്കുമായിരിക്കാം, രാത്രി 9 മണിക്ക് കിടക്കുമായിരിക്കും. അതേ കണക്ക് തന്നെ ചില വ്യക്തികൾ രാവിലെ 5 മണിക്ക് എണീക്കുമായിരിക്കും, ചിലപ്പം 8 മണിക്ക് കിടക്കുമായിരിക്കാം. എല്ലാ വ്യക്തികൾക്കും ഒരേ സമയം ഇത്രയും മണിക്കൂർ ഒരേ രീതിയിൽ കോൺസെൻട്രേഷൻ വർക്ക് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുമ്പോഴാണ് ആ കുറയുന്ന കോൺസെൻട്രേഷൻ വേറൊരാൾക്ക് കടമെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തിനെ ഏതെങ്കിലും രീതിയിൽ ശല്യപ്പെടുത്താൻ നേരത്ത് അയാളുടെ കോൺസെൻട്രേഷൻ കുറയും. ആ സമയം നോക്കി ശത്രു നമ്മളെ ആക്രമിക്കും. അതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി. അപ്പം ഏതൊരു വ്യക്തിയായാലും നമ്മളെ ശല്യപ്പെടുത്തുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ കളയുമ്പോഴാണ് ആ വ്യക്തിക്ക് നമ്മളിലോട്ട് കയറിപ്പറ്റാൻ പറ്റൂ. അപ്പം കോൺസെൻട്രേഷൻ തെറ്റിച്ചാൽ മാത്രമേ ഒരു ശത്രുവിന് നമ്മളുടെ അടുത്തോട്ട്. അപ്പം ഏതൊരു സമയത്തൊരു വ്യക്തി നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ, ചിലപ്പം നമ്മുടെ ഒരു സുഹൃത്താവാം, ചിലപ്പം ഭാര്യയാവാം, അല്ലെങ്കിൽ ഒരു ഭർത്താവാം. ഒന്നെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്ന ആളുകളെ കൊണ്ട് സംസാരിച്ച് ശരിയാക്കണം. ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ചിലപ്പോൾ അയാൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അയാളുടെ ഒരു മൈൻഡിൻ്റെ സ്റ്റേജ് കൊണ്ടാവാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടും ആവാം. രണ്ടിലേതായാലും കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വരുന്ന ഒരു വ്യക്തിയും രണ്ട് പേഴ്സൺസ്, ഒന്ന് തെറ്റിക്കാൻ വരുന്ന ഒരാൾ, പിന്നെ ഓപ്പോസിറ്റുള്ള ഒരാൾ. ആ ഓപ്പോസിറ്റുള്ള ഒരാൾ വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആ ഓപ്പോസിറ്റുള്ള ഒരാൾ വേണം ആ മുമ്പിൽ കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വരുന്ന. ചിലപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ അയാളെ മനസ്സിലാക്കി കൊടുക്കാനും, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ, സ്ത്രീ ആയാലും പുരുഷനായാലും